ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ജനാർദ്ദനൻ മൂക്കുത്തല. ഇന്ന് ഒരു കടലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമ്മുടെ കേരളത്തിൻ്റെ തനതായിട്ടുള്ള ഒരു കടലക്കറിയാണിത്. പുട്ടിലേക്ക് ഏറ്റവും നല്ല കോമ്പിനേഷൻ. അപ്പോൾ ഈ കടലക്കറി അതീവ രുചികരമാണ്. ഇതിൻ്റെ മെത്തേഡ് എങ്ങനെയാണെന്ന് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മനസ്സിലാവും. ഇത് വറുത്തരച്ച ഒരു കടലക്കറിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെൽ ബട്ടൺ കൂടി അമർത്തി പോകാൻ മറക്കണ്ട കേട്ടോ. അതുകൂടാതെ നിങ്ങളുടെ ലൈക്ക് വളരെ കുറവായിട്ടാണ് കാണുന്നത്. കമൻറ്റ് ചെയ്യാൻ സമയമില്ലെങ്കിൽ ഒരു ലൈക്കെങ്കിലും അടിച്ചിട്ട് പോകാൻ അപേക്ഷിക്കുന്നു. അപ്പോൾ നമുക്കിതിൻ്റെ വീഡിയോ കണ്ടിട്ട് മടങ്ങി വന്നാലോ. അപ്പോൾ കടലക്കറി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു കപ്പ് കടല തലേ ദിവസം വെള്ളത്തിൽ ഇട്ട് കുതിർത്തി വെച്ചതാണിത്. അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. 1/2 ടീസ്പൂണില്ല, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതിയായിരിക്കും കേട്ടോ. ഇത്രയും ചേർത്ത് നമുക്ക് അടച്ചു വെച്ചിട്ട് 5-6 വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. അരപ്പ് തയ്യാറാക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 മുറി നാളികേരം ചെറുകിയത് ഇട്ട് കൊടുക്കുന്നു. ഒരു 4-5 ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ നിറയെ പെരുംജീരകം ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നാളികേരം ഇവിടെ നല്ല രീതിയിൽ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്നുകൂടെ നമുക്കിത് വഴറ്റിയെടുക്കാം. ഇപ്പോൾ മസാലപ്പൊടികളെല്ലാം നല്ല രീതിയിൽ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു 3/4 ടീസ്പൂൺ ഗരം മസാലയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് തണുത്ത് കഴിഞ്ഞാൽ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ മസാല നല്ല രീതിയിൽ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് ഒരു 30 സെക്കൻഡ് നേരം ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാള നമുക്ക് നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കേണ്ടതുണ്ട് കേട്ടോ. സവാള നല്ല രീതിയിലൂടെ ഗോൾഡൻ ബ്രൗൺ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ട് ഞാൻ വീണ്ടും വഴറ്റാണ്. തക്കാളി നല്ല രീതിയിൽ ഉടഞ്ഞു വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ സവാളയും തക്കാളിയും എല്ലാം നല്ല രീതിയിൽ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച കടല വെള്ളത്തോടുകൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഒരുപാട് വെള്ളം ഒഴിച്ച് ലൂസായാൽ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ വേണമെങ്കിൽ അത് എടുത്ത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിൽ കുറച്ച് തിക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ മിക്സി കഴിയിട്ട് സ്വല്പം കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കടലയിലെ ബാക്കി വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇത് അടച്ചു വയ്ക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അടച്ചു വെച്ചിട്ട് നമുക്കതൊരു 10 മിനിറ്റ് നേരം വേവിക്കേണ്ടതുണ്ട് കേട്ടോ. ഫുൾ ഫ്ലെയിം ഇട്ട് തന്നെ വേവിക്കാം. അപ്പോൾ ഗ്രേവിയെല്ലാം നല്ല കറക്റ്റായിട്ട് വരും.
10 മിനിറ്റിന് ശേഷം തുറന്നതാണ്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്. ഗ്രേവിയെല്ലാം നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. സ്വല്പം ഉപ്പ് കുറവുള്ളത് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് കറിവേപ്പിലയും സ്വല്പം മല്ലിയിലയും ഇട്ട് കഴിഞ്ഞാൽ നല്ല രുചികരമായിട്ടുള്ള കടലക്കറി ഇവിടെ റെഡിയായി. അപ്പോൾ ഇത്രയും ഒക്കെയാണ് ഈ കടലക്കറിയുടെ വിശേഷങ്ങൾ. തീർച്ചയായിട്ടും ഇത് പുട്ടിലേക്ക് നല്ല ഒരു കോമ്പിനേഷനാണ്. പുട്ട്, പൊറോട്ട, ചപ്പാത്തി ഇതിലേക്കെല്ലാം നല്ല രീതിയിലുള്ള ഒരു കോമ്പിനേഷനാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. വീണ്ടും അടുത്ത ഒരു വീഡിയോ ആയി വരുന്നതിലേക്കും തൽക്കാലത്തേക്ക് ഞാൻ വിട പറയുന്നു. നന്ദി, നമസ്കാരം, ബായ്.